നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ പുതിയതായി 1484 പേർക്ക് കോവിഡ് ബാധയിൽ നിന്ന് മുക്തി നേടി. കുറഞ്ഞു നിന്ന രോഗമുക്തി നിരക്ക് ഇന്ന് പെട്ടെന്ന് കുത്തനെ ഉയരുകയായിരുന്നു. അതേസമയം 1257 പേർക്ക് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചു. രാജ്യമൊട്ടാകെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12 പേർ കൂടി കോവിഡ് മൂലം മരിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 4,97,773 ആയിരിക്കുന്നു. ഇവരിൽ 4,78,127 പേർ ഇതുവരെ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 7,933 ആയിരിക്കുന്നു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് വീണ്ടും 96%, മരണനിരക്ക് 1.6% തുടരുകയും ചെയ്യുന്നു. യുഎയിൽ COVID-19 ബാധിതരായ 2 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചു. 1539 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയും 1525 പേർ രോഗമുക്തരാവുകയും ചെയ്തതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ആകെ രോഗികൾ 6,45,653. രോഗമുക്തി നേടിയവർ ആകെ 6,23,826. ചികിത്സയിലുള്ളവർ 19,978. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറയുന്നു. ഓഗസ്റ്റ് 1 മുതൽ കോവിഡ് വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് രാജ്യത്തേക്ക് പ്രവേശനാനുമതി നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കുവൈറ്റ് അധികൃതർ ആരംഭിച്ചു. ഇതിന്റെ മുന്നോടിയായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ദിവസം എത്താവുന്ന യാത്രക്കാരുടെ എണ്ണം 5000 ആക്കി ഉയർത്തിയിരിക്കുന്നു. നേരത്തെ 1000 മാത്രമായിരുന്നത് കഴിഞ്ഞ മാസം 3500 ഉയർത്തുകയായിരുന്നു. ബുധനാഴ്ച മുതൽ വിമാനത്താവളത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരുടെ എണ്ണം 5000 ഉയർത്തിയതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ യൂസുഫ് അൽ ഫൗസാൻ അറിയിച്ചു. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകാൻ ഖത്തർ. സെപ്റ്റംബർ അവസാനിക്കും മുൻപ് ഇവർക്കുള്ള വാക്സിനേഷൻ അംഗീകാരം നൽകിയേക്കുമെന്ന് നാഷണൽ ഹെൽത്ത് സ്ട്രാറ്റജി ഗ്രൂപ്പ് അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഖാൽ അറിയിച്ചു. ഒക്ടോബറോട് കൂടി രാജ്യത്ത് ഭൂരിഭാഗം ജനങ്ങൾക്കും വാക്സിൻ ലഭ്യമാവുമെന്നും ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. നിലവിൽ 12നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഖത്തറിൽ വാക്സിൻ നൽകി വരുന്നു. ഫൈസർ ബയോടെക് വാക്സിനാണ് നിലവിൽ നൽകി വരുന്നത്. ഇന്ത്യക്കാരുടെ യാത്രാവിലക്ക് നീക്കാൻ അടിയന്തര നടപടി വേണമെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ. മന്ത്രിയും ദുബായ് എക്സ്പോ ഡയറക്ടർ ജനറലുമായ റീം അൽ ഹാഷ്മിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. വാക്സിൻ എടുത്ത ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടപടി വേണമെന്നും ഇന്ത്യയിലെയും യുഎയിലെയും വാക്സിനുകൾക്ക് പരസ്പരം അനുമതി നൽകുന്നതിനെ കുറിച്ചും ചർച്ച നടന്നു. അതിനിടെ ഇന്ത്യയിൽ കുടുങ്ങിയ ആരോഗ്യ പ്രവർത്തകർ യുഎയിൽ തിരിച്ചെത്തി തുടങ്ങി. ബഹ്റൈനിൽ പ്രവാസികൾക്ക് പുതിയ റെസിഡൻസ് പെർമിറ്റ് സ്റ്റിക്കർ വരുന്നു. ഈ മാസം 11 മുതലാണ് രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് പുതിയ റെസിഡൻസ് പെർമിറ്റ് സ്റ്റിക്കർ കൊണ്ടുവരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം റെസിഡൻസ് പെർമിറ്റ് കാലഹരണപ്പെടുന്നത് വരെ പഴയ സ്റ്റിക്കറിന് സാധുതയുണ്ടെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു. കാലാവധി കഴിയുന്നതുവരെ സ്റ്റിക്കർ മാറ്റേണ്ട ആവശ്യമില്ലെന്ന് അധികൃതർ പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിലേക്ക് വരുന്നവർക്കുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ ജൂലൈ 12 തിങ്കളാഴ്ച മുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച ആരോഗ്യ മന്ത്രാലയം. റെഡ് കാറ്റഗറിയിൽപ്പെടുന്ന ഇന്ത്യയിൽ വരുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെ ഇളവുകൾ ബാധകമാണ്. റെഡ് കാറ്റഗറി രാജ്യത്ത് നിന്ന് വരുന്നവരാണെങ്കിലും പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്നതാണ് പ്രഖ്യാപനം. ജൂലൈ 12 മുതൽ ഫാമിലി വിസിറ്റ്, ടൂറിസ്റ്റ്, ബിസിനസ് വിസകളും അനുവദിച്ചു തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. വിമാന കമ്പനികൾക്കും ട്രാവൽ ഏജൻസികൾക്കും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ സർക്കുലർ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹജ്ജ് തീർത്ഥാടകർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവെപ്പ് അല്ലാതെ മറ്റ് രോഗപ്രതിരോധ കുത്തിവെപ്പുകൾ നിർബന്ധമല്ലെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് വാക്സിൻ 2 ഡോസ് കുത്തിവെപ്പും എടുക്കൽ നിർബന്ധമാണ്. മന്ത്രാലയം ഒരുക്കിയ ഇസ് അൽ ഹജ്ജ് എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ ഒരാളുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് കുത്തിവെപ്പ് അല്ലാതെ മറ്റു കുത്തിവെപ്പുകൾ തീർത്ഥാടകർക്ക് നിർബന്ധമുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു ഈ മറുപടി. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് യുഎയിലെ സർക്കാർ ഓഫീസുകളിൽ പ്രവേശന വിലക്ക്. ഓഗസ്റ്റ് 1 മുതലാണ് നിയന്ത്രണം നിലവിൽ വരിക. വാക്സിൻ എടുക്കാത്തവർക്ക് 48 മണിക്കൂറിനുള്ളിലെ PCR ഫലവുമായി വന്നാലേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. യുഎയിലെ മുഴുവൻ മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ സർക്കാരിന് കീഴിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും കസ്റ്റമർ സർവീസ് കേന്ദ്രങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമാണ്. വാക്സിൻ എടുക്കാതെ ഉപഭോക്താക്കളായാലും സന്ദർശകരായാലും പുറം ജോലി കരാർ ഏറ്റെടുത്ത സ്ഥാപനത്തിലെ ജീവനക്കാരായാലും പ്രവേശനം അനുവദിക്കില്ല.
ഖത്തറിലേക്കുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഫാമിലി ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നടപടി ആരംഭിക്കും. ജൂലൈ 12 മുതലാണ് വിസകൾ അനുവദിക്കുകയെന്ന് മന്ത്രാലയം അറിയിച്ചു. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഖത്തറിലേക്കുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വിസ നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനമായത്. 12 മുതൽ ടൂറിസ്റ്റ് ഫാമിലി എൻട്രി വിസകൾ അനുവദിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.